ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പകൽക്കാലം വിശ്വസ്ത സഭ ആരാധനയായി കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ വീണ്ടും അവസരം ഒരുക്കി തന്നു. അതൊരു ഭാഗ്യപദവിയായി തന്നെ നാം കാണുകയാണല്ലോ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവമായ കർത്താവ് നമ്മളായിരുന്ന സ്ഥാനത്തെല്ലാം ദൈവം കൃപയിൽ പൊതിഞ്ഞു, ആരോഗ്യത്തോടെ ആയുസ്സോടൊക്കെ നിർത്തി. ഹല്ലേലൂയ. ഇന്നിരിക്കുന്ന ബഹുമാന്യ പാസ്റ്റർ MA വർഗീസ് അവറുകൾ, അതുപോലെ ചില നാളുകൾക്ക് ശേഷം നാം സ്നേഹിക്കുന്ന ജോഫി ചെറിയാൻ ഉമ്മൻ, കർത്താവിൻ്റെ അഭിഷക്തൻ നമ്മുടെ മധ്യയായിരിക്കുന്നല്ലോ. ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ഇന്നത്തെ ഈ സങ്കീർത്തനം 57 നമുക്കറിയാം, വളരെ സുപരിചിതമായൊരു സങ്കീർത്തനമാണ്. സ്വർണ്ണഗീതങ്ങളിൽപ്പെട്ടതാണ്. സ്വർണ്ണഗീതങ്ങൾ 4 അധ്യായങ്ങൾ നമ്മുടെ സങ്കീർത്തനങ്ങളിൽ ഉണ്ട്. അതിൽ രണ്ടാമത്തെ സങ്കീർത്തനം സ്വർണ്ണഗീതങ്ങളിൽ രണ്ടാമത്തേതാണ്. മറ്റു സങ്കീർത്തനങ്ങൾ 58, 59, 75 ഈ സങ്കീർത്തനങ്ങൾ സ്വർണ്ണഗീതമാണ്. ഇതിൻ്റെ ഹെഡിങ്ങിൽ കാണുന്നു, സംഗീത പ്രമാണിക്ക് നശിപ്പിക്കരുതേ എന്ന രാഗത്തിൽ ദാവീദിൻ്റെ ഒരു സ്വർണ്ണഗീതം. അവൻ ശൗലിൻ്റെ മുമ്പിൽ നിന്ന് ഗുഹയിലേക്ക് ഓടിപ്പോയ കാലത്ത് ചമച്ചത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ഈ ഹെഡിങ് വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ ചരിത്ര സംഭവങ്ങൾ നമുക്കറിയാം. ആ ഭാഗത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഹല്ലേലൂയ. ഗുഹയിൽ ആയിരുന്ന ദാവീദ് അപ്പോൾ തന്നെ നശിപ്പിക്കരുത് എന്ന് പറയുമ്പോൾ അതൊരു രാഗമായിട്ടാണ് ഈ സങ്കീർത്തനത്തിൽ കാണുന്നത്. ആമേൻ. ഒരു കാലഘട്ടത്തിൽ ശൗലിനെ കൊന്നുകളയുവാൻ ഉള്ള അവസരം തൻ്റെ ജീവിതത്തിൽ വീണ് കിട്ടിയ സന്ദർഭമുണ്ട്. അന്ന് കൂടെയുള്ളവർ പറഞ്ഞു തട്ടിക്കളയാൻ. എന്നാൽ ദാവീദ് തൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു, അഭിഷക്തനെ ഞാൻ തൊടുകയില്ല, അഭിഷക്തനെ ഞാൻ നശിപ്പിക്കുകയില്ല. അപ്പോൾ നശിപ്പിക്കരുത് എന്നുള്ള ഒരു രാഗം, ആ ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെയുണ്ടാകാം. എന്നാൽ പ്രസക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ശൗല് ദാവീദിനെ പിന്തുടരുകയാ, കൊല്ലുവാൻ, കുന്തം ചാണ്ടുക, ഏതെങ്കിലും നിലയിൽ ഹല്ലേലൂയ തന്നെ നശിപ്പിച്ച് കളയുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോട് ശൗല് ഇങ്ങനെ പിന്തുടരുമ്പോൾ ആമേൻ അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ച് കാണും, ദൈവമേ എന്നെ നശിപ്പിക്കരുത്. ഹല്ലേലൂയ. ആമേൻ. ആ നിലയിലെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ സങ്കീർത്തനത്തിന് അത്രത്തോളം പ്രാധാന്യം അതിലുണ്ട്. ഹൃദയം തകർന്ന ഒരുവനായിട്ടാണ് ദാവീദ് ഗുഹയിൽ പാർക്കുന്നത്. എല്ലാവരും കൈവിടപ്പെട്ടവനായി, ഹൃദയ നൊമ്പരങ്ങളാൽ ആമേൻ തന്നെ സ്നേഹിക്കുന്നവരൊക്കെ മാറിപ്പോയ സന്ദർഭം, ആരും സഹായമില്ലാതെ ആമേൻ ഒറ്റപ്പെട്ടവനായി ആ ഗുഹയിൽ പാർക്കുമ്പോൾ ആമേൻ അവിടെ സങ്കീർത്തനം എഴുതുവാൻ പരിശുദ്ധാത്മാവ് തൻ്റെ നാവിനെ, തൻ്റെ കരത്തെ ചലിപ്പിക്കുവാൻ ഇടയായി തീർന്നു. അതിൻ്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ അങ്ങയുടെ ചിറകിനിഴലിൽ ശരണം പ്രാപിക്കുന്നു. ഹല്ലേലൂയ. ദാവീദ് നമ്മുടെ കർത്താവിനെ രുചിച്ചറിഞ്ഞ് ഒരു ദാവീദ് ആണ്. ഹല്ലേലൂയ. ദാവീദിന് നന്നായി അറിയാം, ഈ കർത്താവിൽ ശരണം പ്രാപിക്കുന്നവരെ എൻ്റെ ദൈവം കൈവിടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്ന കർത്താവേ, അങ്ങനെ കൈവിടരുത്. ആമേൻ. ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുമ്പോഴും, ആപത്തുകൾ നമുക്കറിയാം, നമ്മളോടുള്ള ബന്ധത്തിലാണെങ്കിലും ആപത്തെന്നൊക്കെ പറയുമ്പോൾ ഓർക്കാപ്പുറത്ത് സംഭവിക്കുന്നതാ അനർത്ഥങ്ങൾ. അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ പറയുമ്പോൾ ഓർക്കാപ്പുറത്ത് വരുന്നതായ കാര്യങ്ങളാണ്. അത് പല രൂപത്തിലാണ് ആപത്തുകൾ കടന്നു വരുന്നത്. എന്നാൽ ആമേൻ നമുക്കും പറയുവാൻ കഴിയണം, ദാവീദിനെ പോലെ, കർത്താവേ ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം അങ്ങയുടെ ചിറകീഴിൽ ഞാൻ ശരണം പ്രാപിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ മനോവേദനയുടെ പരിശോധനയുടെ നടുവിൽ ആമേൻ ശരണം പോയ നിമിഷങ്ങളൊക്കെ തൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ദാവീദ് പറയുക, കർത്താവേ ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം അങ്ങയുടെ ചിറകീഴിൽ ഞാൻ ശരണം പ്രാപിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ദാസീദാസന്മാരെ, ആമേൻ, ഹല്ലേലൂയ. ചില ആപത്തുകൾ, അനർത്ഥങ്ങൾ ഒക്കെ സംഭവിക്കാവുന്ന ഒരു ചുറ്റുപാടുകളിലാണ് നമ്മളായിരിക്കുന്നത്.
ഈ കാലഘട്ടം അത് ആ നിലയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവമക്കൾക്ക് ഒന്നറിയാം, എൻ്റെ കർത്താവിൻ്റെ ചിറകടിയിൽ ശരണം പ്രാപിക്കുമ്പോൾ ഈ ആപത്തുകളിൽ നിന്ന് എല്ലാം എന്നെ വിടുവിക്കുന്ന ഒരു ദൈവമാണ്. കാര്യം നമ്മുടെ ഉടമസ്ഥൻ നമ്മെക്കുറിച്ച് ഉത്തരവാദിത്തമുള്ളവനാണ്. ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ആമേൻ ആ ചിറകിൽ കീഴിൽ നാം അഭയം പ്രാപിക്കുമ്പോൾ കർത്താവ് നമ്മെ കൈവിടുകയില്ല. കോഴി ആമേൻ, നമുക്കറിയാം, കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചുവാൻ പരുന്ത് വരുമ്പോൾ ഈ കോഴിക്കുഞ്ഞുങ്ങൾ എന്താ ചെയ്യുന്നത്? ആമേൻ, ഹല്ലേലൂയ, തള്ളക്കോഴിയുടെ ചിറകടിയിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് അഭയം പ്രാപിക്കുവാൻ ഒരു ഇടമുണ്ട്. എത്ര പേർക്ക് ആ വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. കണ്ണെത്താത്ത ദൂരങ്ങളിൽ നിന്റെ തലമുറകളൊക്കെ ആയിരിക്കുമ്പോൾ, നമുക്കൊന്നും ചെയ്യുവാൻ കഴിയാതിരിക്കുമ്പോൾ, നമ്മെ കുഞ്ഞുങ്ങളെ ഒക്കെ സൂക്ഷിക്കുന്ന ഒരു ചിറകുണ്ട്. ആ വിശാലമായ ചിറകടിയിലാണ് നമ്മുടെ പരിപാലനം, അവിടെയാണ് നമ്മുടെ സംരക്ഷണം. ഹല്ലേലൂയ. ചിറകിൻ കീഴിൽ എന്ന് പറയുമ്പോൾ പക്ഷിയുടെ ചിറകിൻ കീഴ് എന്നൊക്കെയുള്ള ആ ആലങ്കാരിക ഭാഷയാണ് കർത്താവ് ഉപയോഗിക്കുന്നത്. ദൈവ സാന്നിധ്യത്തിൽ മറയപ്പെടുകയാണത്, ദൈവ സാന്നിധ്യമാണത്. ആമേൻ, ആമേൻ, ചിറകിൻ കീഴിലെ അഭയം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: ക്രോധം ഒഴിഞ്ഞു പോകുവോളം അറയ്ക്കകത്ത് എന്താ ചെയ്യേണ്ടത്? ഒളിച്ചിരിക്കുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായം 20-ാം വാക്യത്തിലാണ് ആ വാക്യം. ആമേൻ, ക്രോധം കടന്നു പോകുവോളം. വായിക്കാമോ ഒന്ന്? വാതിലുകളെ അടയ്ക്കാം. ക്രോധം കടന്നു പോകുവോളം അല്പനേരത്തേക്ക് ഒളിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ, ഒളിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സന്നിധിയിൽ ആ ദൈവ സാന്നിധ്യത്തിൽ ഒന്ന് മറഞ്ഞിരിക്കുക, ഒന്ന് പ്രാർത്ഥിക്കുക, ഹല്ലേലൂയ, ഒന്ന് ഉപവസിക്കുക, ഹല്ലേലൂയ. വാതിലടച്ച് രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്ന നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ, ആമേൻ. സങ്കീർത്തനം 17-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. സങ്കീർത്തനം 17:9. എന്നെ ചുറ്റി വളയുന്ന പ്രാണശത്രുക്കൾ എന്നെ പിടിക്കാതെ വണ്ണം നിന്റെ ചിറകിൻ്റെ നിഴലിൽ എന്നെ ഒന്ന് മറച്ചു കൊള്ളണമേ. ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് എത്ര പേര് പ്രാർത്ഥിക്കുവാൻ കഴിയും? ഹല്ലേലൂയ. ആപത്തുകൾ അടിക്കടി ദേശത്ത് നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ, വാഹന അപകടങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ദാസീദാസന്മാരെ, ഈ ആപത്തുകൾ നിന്നെ ആമേൻ അതിൽ തകർത്ത് കളയുവാൻ എൻ്റെ ദൈവം സമ്മതിക്കുകയില്ല. നമുക്കറിയാം, ധന്യനായ പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, ഭാഗം വായിക്കേണ്ട നമുക്കറിയാം. നദിയിലെ ആപത്ത്, കടലിലെ ആപത്ത്, കൂട്ടുകാരിൽ നിന്നുള്ള, കൂട്ടു സഹോദരന്മാരിൽ നിന്നുള്ള ആപത്ത്, സ്വജനത്തിൽ നിന്നുള്ള ആപത്ത്, കടലിലെ ആപത്ത് നമുക്കറിയാം. എന്നാൽ ഈ ആപത്തുകളൊന്നും ധന്യനായ പൗലോസിനെ എൻ്റെ ദൈവം തകർത്ത് കളയുവാൻ അനുവദിച്ചില്ല. കാര്യം എന്താണെന്നറിയാമോ? പൗലോസേ, ആമേൻ, ഹല്ലേലൂയ, നിന്നെക്കുറിച്ച് ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. ആമേൻ. കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും പൗലോസിനോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ച് എന്താ സംസാരിച്ചത്? നീ റോമിൽ പോകേണ്ടവനാ, നീ കൈസറുടെ മുമ്പിൽ നിൽക്കേണ്ടവനാ. അപ്പോൾ ഇതിനകത്ത് വരുന്ന സംഭവങ്ങൾ, അനർത്ഥങ്ങൾ നിന്നെ തകർത്ത് കളയുവാൻ എൻ്റെ ദൈവം സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ. ആരോടൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുകയാ. നിനക്കൊരു ദൂത് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, നിനക്കൊരു വാഗ്ദത്തം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, ഈ രോഗം നിന്നെ നശിപ്പിക്കുകയില്ല. ഇതിൽ നിന്നൊരു വിടുതൽ നിനക്ക് തരും. ദൈവത്തിൻ്റെ പദ്ധതി നിറവേറ്റി തന്നെ തീരുകയുള്ളൂ. ഹല്ലേലൂയ. രാവും പകലും 24 മണിക്കൂർ കപ്പൽ ഛേദത്തിൽ സമുദ്രത്തിൽ കിടന്നവന്, ആമേൻ, അവിടെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൂതൻ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, പൗലോസിനോട് സംസാരിക്കുകയാ. നീ യെരൂശലേമിൽ സാക്ഷിയായതുപോലെ എനിക്ക് വേണ്ടി നീ റോമിൽ സാക്ഷിയാകേണ്ടവനാ, നീ കൈസറുടെ മുമ്പിൽ നിൽക്കേണ്ടവനാ. അങ്ങനെയെങ്കിൽ ഈ കടലിലെ ആപത്ത് നിന്നെ തകർത്ത് കളയുകയില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നീ മുറുകെ പിടിക്കുക. വാഗ്ദത്തങ്ങൾ മരിക്കുകയില്ല. ഹല്ലേലൂയ. ഒരു കാലഘട്ടത്തിൽ ഞാൻ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, അതിനൊക്കെ കുറേ കാലങ്ങൾക്ക് ശേഷം എൻ്റെ 25-ാമത്തെ വയസ്സിൽ ദൈവത്തിൻ്റെ ആത്മാവ് സഭയിൽ വ്യക്തമായി, ശക്തമായി, പരസ്യമായി എന്നോട് സംസാരിച്ചു. നീ ഈ പ്രദേശത്ത് കുടുംബമായി പാർക്കും.
പിന്നെ എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, ചില ഗ്രേസ് പീരീഡ് ഉണ്ട് നിനക്കത് കഴിഞ്ഞ് നീ കർത്താവിൻ്റെ വേലയ്ക്കായി ഇറങ്ങി നീ തിരിക്കും. ഇത് പറഞ്ഞ് ഇതിന് നടുക്കാണ് ഞാൻ വിവാഹം കഴിച്ച് 1 വർഷം കഴിഞ്ഞ് 1991 നവംബർ മാസം 11-ാം തീയതി രാത്രി 11 മണിക്ക് എനിക്ക് ആക്സിഡൻ്റ് ആകുക. കേട്ടവരെല്ലാം മരിച്ചു എന്ന് ലോകമറിഞ്ഞു. ഡോക്ടർമാർ വിധി എഴുതി മരിച്ചു. മോർച്ചറിയിൽ വെക്കണമെന്ന് ഡോക്ടർമാർ വിധി എഴുതിയ സ്ഥാനത്ത് അപ്പോൾ എൻ്റെ ഒരു സ്നേഹിതനുണ്ട്, അത് സക്രിയ എന്ന് പറഞ്ഞ പുള്ളി സഭയിൽ എഴുന്നേറ്റ് പറഞ്ഞു, ഇല്ല, അന്ന് റജി ബദറിനോട് പറഞ്ഞിട്ടുണ്ട്, അതെ മരിക്കുകയില്ല, അവൻ മരിക്കുകയില്ല, അവനോട് വാഗ്ദത്തം ദൈവം ചെയ്തത് ആ കുടുംബമായിട്ട് ഇവിടെ പാർക്കുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ല, നീ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഒക്കെ പോകേണ്ടവനാണെന്നുള്ള വാഗ്ദത്തം അദ്ദേഹം സഭയിൽ വിളിച്ചു പറഞ്ഞു. സഭ ഒന്നടങ്കം പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്കൊരു പുതിയ ജീവിതം തന്നു. അങ്ങനെയെങ്കിൽ വാഗ്ദത്തം ലഭിച്ച ദൈവത്തിൻ്റെ ദാസന്മാരെ, വാഗ്ദത്തം മരിക്കുകയില്ല. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തന. അവൻ വഴിയിൽ വിട്ടേച്ച് നിന്നെ തകർത്ത് കളയുന്നവനല്ല. ഇവിടെ നീ പേക്കോലമായി തീരേണ്ടവനല്ല. നീ പരസ്യക്കോലമായി മറ്റുള്ളവന്റെ മുൻപിൽ നിന്ദിക്കപ്പെടുവാനുള്ളവനല്ല. നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ കൈക്കിൽ നീ താണിരിക്കുക. തക്ക സമയത്ത് അവന്റെ വിടുതൽ നിന്നെ കാണും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അതാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞല്ലോ. അതിൻ്റെ 11-ാം വാക്യത്തിൽ, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവനെ 29-ാം വാക്യത്തിൽ, അവൻ എന്നെ അറിയുകയും, ആമേൻ, സ്തോത്രം, ഞാൻ അവന് നിത്യജീവനെ കൊടുക്കുകയും ചെയ്യും. എൻ്റെ ആടുകളെ എൻ്റെ കയ്യിൽ നിന്ന് ആർക്കും തട്ടിപ്പറിച്ച് കളയാൻ കഴിയത്തില്ല. എത്ര പേർക്ക് ആ വിശ്വാസമുണ്ട്? അതിര് കടന്നൊരു വിശ്വാസം വേണം കേട്ടോ. ഹല്ലേലൂയ. നിന്റെ ഭാവി നിർണയിക്കുന്നത് ഈ ലോകത്തിലെ മനുഷ്യനല്ല. ആമേൻ, നമ്മുടെ കർത്താവ്. അവൻ അറിയാതെ നിനക്കൊന്നും സംഭവിക്കുകയില്ല. യേശുവിന്റെ ദൈവത്തെ പോലൊരു ദൈവമില്ല, ഒരുത്തനുമില്ല. നമ്മൾ പാടുന്നുണ്ട്, യേശുവിന്റെ ദൈവത്തെ പോലൊരുത്തനുമില്ല. ആവർത്തന പുസ്തകത്തിലെ വാക്യം 33-ാം അധ്യായം 26 മുതൽ 27 വരെ വായിക്കുമ്പോൾ അവിടെ കാണുന്നു, യേശുവിന്റെ ദൈവത്തെ പോലൊരുത്തനുമില്ല. നിന്റെ സഹായത്തിനായി അവൻ ആകാശത്തൂടെ തന്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. പുരാതനനായ ദൈവം നിന്റെ സങ്കേതം, കീഴേ ശാശ്വത ഭുജമുണ്ട്. നിന്റെ നഗ്ന നേത്രങ്ങൾ കാണുന്നില്ല. നിന്റെ തലമുറയെ വഹിക്കുന്ന ഒരുവൻ, അവന്റെ കരങ്ങൾ നിന്റെ നഗ്ന നേത്രങ്ങളിൽ കാണുന്നില്ല. അവനാണ് നിന്നെ വഹിക്കുന്നത്. അവന്റെ സുരക്ഷിതമാണ് നിനക്കുള്ളത്. ഹല്ലേലൂയ. യശൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ പാടുമെങ്കിൽ അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കിയാണോ പാടുന്നത്? യശൂർ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ വിളിക്കുന്ന പേരാ യശൂർ. അതിൻ്റെ മൂലഭാഷ ഹീബ്രു ഭാഷയിൽ യാഷർ എന്നൊരു പദമുണ്ട്. യാഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിവരേ നിൽക്കുന്നവൻ, നേരായ ജീവിതം നയിക്കുന്നവൻ. ഹല്ലേലൂയ. ഇസ്രായേൽ, യഥാർത്ഥ ഇസ്രായേലിനെ കുറിച്ചാ നീ നേരെ നമ്മോടുള്ള ഒരു ദൂതും കൂടെ. ഈ സന്ദേശം, വിശ്വാസ ജീവിതം നിവരെ നിന്ന് കഴിഞ്ഞാൽ അവന്റെ ശാശ്വത ഭുജങ്ങളിൽ നിന്നെ വഹിക്കുന്നവനാ. കരങ്ങൾ അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താണ്. ഹല്ലേലൂയ. നേർവഴിയെ സഞ്ചരിക്കുന്ന വിശ്വാസിയെ നിന്നെ തൊടുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. 2-ാം വാക്യം വായിച്ച സങ്കീർത്തനം 2-ാം വാക്യം. സമയത്തിന്റെ പരിമിതി, പെട്ടെന്ന്. എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവം, അത്യുന്നതൻ. നമ്മുടെ ദൈവം ഉന്നതൻ മാത്രമല്ല, അത്യുന്നതനാ. ഈ ഉന്നതന്റെ ഈ അത്യുന്നതന്റെ മേളിൽ വേറൊരു ഉന്നതൻ ഇല്ലെന്നുള്ളതാ. അത്യുന്നതനാ കേട്ടോ. ആമേൻ, സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. ശൗലിനെ ഭയന്ന് അദുല്ലാം ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന ദാവീദ് പറയോ, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവം. കുഞ്ഞെ, ശകലമല്ല കേട്ടോ, ബാക്കിയില്ല കേട്ടോ, സകലവും. പിതാവേ, മാതാവേ, സകലവും നിർവഹിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. അതിന്റെ 3-ാം വാക്യം, ധിക്കാരം കാട്ടുമ്പോൾ
കണ്ടോ, ദാവീദ് പറയുക, എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരത്തോടെ വരുമ്പോൾ സ്വർഗത്തിൽ നിന്ന് കൈ നീട്ടി. കർത്താവിൻ്റെ കരത്തിന് എത്ര നീളമുണ്ട്! യെശയ്യാവ് 59 പറയുന്ന പോലെ കുറുകിയിട്ടില്ല കേട്ടോ, നല്ല നീളമാണ്, ബെഡ്റൂമിൽ വരെ വരും. ഹല്ലേലൂയ, ആമേൻ. അവൻ്റെ കൈ കുറുകി പോയിട്ടില്ല, അവൻ്റെ ചെവി മന്ദമായിട്ടില്ല. ധിക്കാരം കാട്ടുവാൻ എത്ര ഭയാനകമായ സംഭവങ്ങൾ വന്നോട്ടെ, ആമേൻ, എത്ര ആ നിലയിലുള്ള സാഹചര്യങ്ങൾ വന്നോട്ടെ, ദൈവത്തിൻ്റെ ചിറകിൽ അഭയം പ്രാപിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ നിന്നെ വിടിവിപ്പാൻ അവൻ ഇറങ്ങി വരും. 4-ാം വാക്യം വേഗത്തിൽ വായിച്ചു നിർത്താം. ഓ, കുന്തങ്ങളുടെ ഇടയിൽ അഗ്നി ജ്വലിക്കുന്ന, നോക്കിയേ, മാനുഷികമായ ചില എത്രയോ അനുഭവങ്ങളാണ് ദാവീദ് അവിടെ വിവരിക്കുന്ന. പറഞ്ഞാട്ടെ. മൂർച്ചയുള്ള വാള് പോലെ നാവുകൾ. മതി, 6-ാം വാക്യം കൂടെ. അവരെൻ്റെ കാലടികൾക്കൊരു വല വിരിച്ചു. അവർ തന്നെ വീണു. ഹല്ലേലൂയ. കർത്താവിൻ്റെ കൃപയാ ഇതൊക്കെ കേട്ടോ, ഇതെന്നെല്ലാം നമ്മെ വിടുവിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നു, എന്നോടുള്ള കർത്താവിൻ്റെ കൃപ വ്യർത്ഥമായി പോയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. അവിടെ ആ കർത്താവിൽ ആശ്രയം വെച്ച് ഹല്ലേലൂയ, ആ ചിറകിൽ അഭയം പ്രാപിച്ച ദൈവത്തിൻ്റെ ദാസന്മാരെ ലജ്ജിച്ചു പോകുവാൻ എൻ്റെ ദൈവം സമ്മതിക്കുകയില്ല. കർത്താവിനോട് അങ്ങ് പറ്റി നിന്നോണം. ആമേൻ. രൂത്ത് വിദേശ വനിതയാ, മോവാബ്യ സ്ത്രീയാണ്. നവോമി പറഞ്ഞു, നിനക്ക് തിരഞ്ഞെടുക്കാം, നീ നിന്റെ ദേവന്മാരുടെ അടുക്കിലേക്ക് പോ. എന്നാൽ യോർപ്പ ചുംബിച്ച് പിരിഞ്ഞു പോയെങ്കിൽ ഇവൾ ഒരു തീരുമാനമെടുത്തു, നിന്റെ ദൈവം എൻ്റെ ദൈവം, നിന്റെ ജനം എൻ്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. നീ ഇല്ലാത്തൊരു ജീവിതം എനിക്കില്ല. നിന്റെ ദൈവമാണ് എൻ്റെ ദൈവം എന്ന് പറഞ്ഞവള്. ആമേൻ. രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഹല്ലേലൂയ, ആമേൻ, അതിൻ്റെ ഹല്ലേലൂയ 15-ാം വാക്യത്തിൽ ബോവസ് എന്താ പറഞ്ഞെന്നറിയാമോ? ഇവളെ കുറിച്ച് കേട്ടിട്ട് പറഞ്ഞത് എന്താ? അവിടെ വായിക്കുന്നുണ്ട്, നിന്റെ പ്രവൃത്തിക്ക് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൽ ആശ്രയിച്ച് വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം നൽകുമാറാകട്ടെ. ആശീർവദിക്കുകയാ ഇന്ന് പകൽക്കാലം കർത്താവിനോട് പറ്റി നിൽക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെ അവൻ പൂർണ്ണ പ്രതിഫലം തന്ന് ആ ചിറകിൽ അഭയം പ്രാപിച്ചവരെ എൻ്റെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. ഇവിടെ 6-ാം സങ്കീർത്തനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതിന്റെ 6-ാം വാക്യത്തിൽ എന്താ കണ്ടത്? ഹല്ലേലൂയ. അവിടെ വായിക്കുന്നു, അവർ എൻ്റെ കാലടികൾക്കൊരു വല വിരിച്ചു, എൻ്റെ മനസ്സിടിഞ്ഞിരിക്കുന്നു. അവർ എൻ്റെ മുമ്പിൽ ഒരു കുഴി കുഴിച്ചു, അതിൽ അവർ തന്നെ വീണു. ഹല്ലേലൂയ. ഇവരെ നിൽക്കുന്ന നേരായ ജീവിതം നയിക്കുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ, വളഞ്ഞു പോകാതെ നേരെ പോകുന്ന ദൈവ പൈതലിനെ ദൈവിക സംരക്ഷണമുണ്ട്. കുഴി കുഴിക്കുന്നവർ അവരതിൽ തന്നെ വീഴും. ഹാമാനെ കുഴി കുഴിച്ചതാ, നമുക്കറിയാം, രേഖ എഴുതിയതാ. എന്നാൽ അവൻ്റെ കളി അവിടെ നടന്നില്ല. കാര്യം എന്താ? പ്രാർത്ഥിക്കുന്ന മോർച്ചയ്ക്കായി ഉപവസിക്കുന്ന എസ്തേർ, അവരുടെ മുൻപിൽ അവൻ്റെ തല കുനിഞ്ഞോ. അവരുടെ തല കുനിയുമല്ല, കുനിയുക മാത്രമല്ല, അവൻ്റെ തലയിൽ മുണ്ടിട്ടു. പോരാ, അവൻ തൂക്കപ്പെട്ടു. ഹല്ലേലൂയ. കുഴിക്കുന്ന കുഴിയിൽ അവർ തന്നെ വീണോളും. നീ ദൈവത്തിൻ്റെ മുൻപിൽ നിവരെ നിൽക്ക. ശൂഷൻ പട്ടണം കലങ്ങിയതാ, ഇപ്പോൾ ആർത്ത് ഘോഷിക്കുകയാ. ഇതുകൊണ്ടാ ദാവീദ് അവിടെ പറയുന്നു, എൻ്റെ മനസ്സിടിഞ്ഞിരുന്നു. എന്നാൽ 8-ാം വാക്യത്തിൽ കാണുന്ന 7-ാം വാക്യത്തിൽ എൻ്റെ മനസ്സുറച്ചിരിക്കുന്നു. എത്ര പേർക്ക് ആ ഉറപ്പും ധൈര്യവും ഉണ്ട്? ആ പ്രത്യാശയുണ്ട്? ഇന്ന് പകൽക്കാലം പ്രത്യാശ കൈവിടല്ലേ. ഉറപ്പോടെ മടങ്ങിപ്പോകണമേ. ദൈവമേ, എൻ്റെ മനസ്സുറച്ചിരിക്കുന്നു, ഞാൻ പാടും, കീർത്തനം ചെയ്യും. എന്മനമേ ഉണരുക, വീണയും കിന്നരിയുമായുള്ളവരേ ഉണരുവീൻ, ഞാൻ അധികാലത്തെ ഉണരും. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോഴും പ്രാർത്ഥന കുറയരുതെന്നുള്ളൊരു സന്ദേശം കൂടി ഇതിനകത്തുണ്ട്. ഞങ്ങൾ അധികാലത്തെ പ്രാർത്ഥിക്കുന്നുണ്ട്. 10, 32, 35 പേരൊക്കെ ഉണ്ട്. പ്രഭാതത്തിൽ എഴുന്നേറ്റോണേ, പ്രാർത്ഥന മുടക്കല്ലേ, കുടുംബ പ്രാർത്ഥന വേണമേ. അതിരാവിലത്തെ ആമേ ഞാൻ ഉണരുമെന്ന് ദാവീദ് പറയാൻ കാരണം വിടുതൽ ലഭിച്ചതാ. വിടുതൽ ലഭിച്ചാൽ പ്രാർത്ഥിക്കാതിരിക്കാൻ കഴിയത്തില്ല. വർഷങ്ങളായിട്ട് 5 മണിക്ക് ഞങ്ങൾ എഴുന്നേറ്റുകൊണ്ടിരിക്കുക. നമുക്കൊന്ന് എഴുന്നേറ്റ് നോക്കിയേ, ചേർന്നൊന്ന്, ഇപ്പോഴെഴുന്നേൽക്കുന്ന കാര്യമല്ല, പ്രഭാതത്തിലൊന്ന് എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് നോക്കിയേ, വിടുതൽ ഇറങ്ങി വരും. എവിടെങ്കിലും ഒക്കെ ആമേൻ, സ്തോത്രം, പിശാച് വാദിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് എൻ്റെ യേശു എടുത്തു മാറ്റും. നമ്മുടെ കർത്താവ് എത്ര നല്ലവനാ.
നമ്മുടെ കർത്താവ് പറഞ്ഞു, യെരൂശലേമേ യെരൂശലേമേ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ കാത്തു സൂക്ഷിക്കുന്നത് പോലെ സൂക്ഷിക്കുവാൻ എനിക്ക് മനസ്സുണ്ട്, എങ്കിലും നിങ്ങൾക്ക് മനസ്സില്ലാത്തത് ഞാനിപ്പോൾ എന്തോ ചെയ്യും? കർത്താവ് പറഞ്ഞു, ഹല്ലേലൂയ, ഈ രോഗോപശാന്തിയോടുകൂടെ അവൻ്റെ ചിറകുകളിൽ അവൻ സൗഖ്യം കൂടെ തരുന്ന കർത്താവാ. അവൻ കാത്തു സൂക്ഷിക്കുന്നവനാ, അവൻ സംരക്ഷിക്കുന്നവനാ. അതുകൊണ്ട് ഇന്ന് സംശയം ലേശം വേണ്ട. ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് നമ്മെ പരിപാലിക്കുന്നു. ദൈവമാ, ആ ശരണം കീഴിൽ നമുക്ക് അഭയം പ്രാപിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കരമുയർത്തി വീണ്ടും ഹല്ലേലൂയ പറഞ്ഞാട്ട് ശക്തിയോടെ ഒരിക്കൽ കൂടെ ഹല്ലേലൂയ.